എന്നെ മൊത്തത്തിൽ ചതിച്ച ശേന. മുമ്പേ എത്തി എന്നുള്ളൊരു ഫീൽ കിട്ടിയത്. ഇന്ന് രാവിലെ പറയാം നമുക്ക് അങ്ങനെ സീറ്റ് ബെൽറ്റ് പിടിക്കാം. ചുമ്മാ ഇങ്ങനെ കഴുത്തൊക്കെ മാല എടുത്തില്ല. ഇത് ഇടുന്നതേ നല്ലവരും കാണിക്കാനാണ് നമ്മുടെ ഗുണം. ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു കുട്ടിയൊരു ഷോപ്പിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹെയറിൻ്റെ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് റിപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര റെസ്പോൺസ് മീൻസ് വ്യൂസ് എന്ന രീതിയിലല്ല, അല്ലാതെ എനിക്ക് കമൻറ്റ്സ് ആണെങ്കിലും ആളുകളുടെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്ക് ആ കമൻറ്റ്സ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ഗുഡായിട്ടോ. താങ്ക് യു സോ മച്ച്. മെസ്സേജ് അയച്ചു എല്ലാവർക്കും, എനിക്ക് ഒത്തിരി പേര് മെയിൽ അയച്ചു, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് തോന്നി, ഒരു സമാധാനം, ഒരു സന്തോഷം. ആ ഒരു എന്താ ഇതിന് പറയാൻ വാക്കെന്താണ് കുട്ടി പറയാ? മനസ്സ് നിറഞ്ഞു. അതെ, യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കൈവേനെടുക്കുന്നത് അയ്യോ കാട് പിടിച്ചിരിക്കണ ഡിസൈൻ ആണോ നോക്കട്ടെ. നമ്മുടെ വീഗാർഡിന്റെ ഫ്ലാറ്റ് കണ്ടിട്ടില്ല അതുപോലെ. ഏതാ അല്ല, അത് കുറച്ച് വളർത്തി വിട്ടായിരിക്കും, പിന്നെ അതിങ്ങനെ ആയിപ്പോയതായിരിക്കും. എനിക്കറിഞ്ഞോട്ടോ വീഗാർഡിന്റെ ഒക്കെ നേച്ചർ ഫ്രണ്ട്ലി ഫ്ലാറ്റ് ഉണ്ടല്ലോ. ഈ ചെടി വെക്കുമ്പോഴേക്കും ഈ ബിൽഡിങ്ങിന് പ്രശ്നമൊന്നും വരത്തില്ലല്ലേ? എന്നോട് അങ്ങനത്തെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമായിരിക്കും. ഇതാ ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും ഉണ്ട്. അല്ല ഇത് കാട് കയറിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് വെട്ടിക്കളഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് നോക്കും, അതല്ല രസമുണ്ട്. നിങ്ങൾ അറിയില്ല പുതിയ ഐഫോൺ എടുത്തോ ഗൈസ്? എടുത്തെങ്കിൽ എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയൂ. ഞാൻ എടുക്കണം, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ ക്യാമറ നിൽക്കുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ആപ്പിളിനോടുള്ള എന്റെ എക്സൈറ്റ്മെന്റ് അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഫോൾഡ് എടുത്ത് ഫോൾഡ് 4 വർഷം മുമ്പ് വരെ ഉണ്ടല്ലോ അന്ന് അതിനുള്ള ക്വാളിറ്റി. ആപ്പിളാണ് ജീവിതം എന്നൊന്നുമില്ല, അന്ന് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആപ്പിളിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാള് തിരിച്ചാ, ഇപ്പൊ ഒരാള് ആപ്പിൾ ഫാൻ. ആപ്പിളില്ലാതെ പറ്റുന്നില്ലെന്നായിരിക്കും ഈ എടാ. പിന്നെ അല്ലാതെ ആരത് എന്നെയല്ലേ? സത്യം റിയലി ആപ്പിളിന്റെ ഒരു വാച്ച് മേടിച്ചിട്ട് ഞാൻ പെട്ട്. അതോടെ ഫുൾ ഇപ്പം സാംസങ് ആണ് ഞങ്ങൾ. സാംസങ് അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതുവരെ കുഴപ്പമില്ല. പക്ഷേ ആപ്പിൾ ഇനി പൈസ കൊടുക്കുന്നില്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. നമ്മളങ്ങനെ മാളിലെത്തിയിട്ടോ. നല്ല വലിയ മാളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുൻപ് ഈ മാളിൽ വന്നിട്ടില്ല. എനിക്ക് ഒരു തവണയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതെന്തോ മേടിക്കാൻ നേരെ വന്ന് മേടിച്ച് അങ്ങനെ പോവുക, അങ്ങനെ എന്തോ ഡയറക്റ്റായിട്ട് വന്നിട്ട് പോവുക ചെയ്തത്. ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. ഞാൻ കയറി വന്നപ്പോൾ തന്നെ സാറ കണ്ടു. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കയറി. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഡ്രസ്സുകൾ വച്ചേക്കണം തന്നെ, ഇങ്ങനെ ഭയങ്കര വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥലം എടുത്ത് കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ അങ്ങനെ വെച്ചിരിക്കണേ. പിന്നെ ഫുള്ള് സോളിഡ്സാണ്. സോളിഡ് കളേഴ്സൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല. പിന്നെ നമുക്കിങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കാണാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പഠിക്കിൽ, അതായത് ഇപ്പം ഞാൻ സ്റ്റൈലിങ് പഠിക്കണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നമുക്ക് ഓരോരോ പുതിയ ട്രെൻഡുകളെ കുറിച്ചിട്ടൊക്കെ പറയും. അപ്പോൾ ആ ട്രെൻഡുകൾ ഉള്ള രീതിയിലുള്ള ടെക്സ്ചേർഡ് മെറ്റാലിക് ഷെയ്ഡിലൊക്കെ ഉള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാം. എനിക്ക് തോന്നുന്നു ഈ ബ്രാൻഡുകൾ ഇത് ഇറക്കിയിട്ടാണോ ഇത് ട്രെൻഡാവണത്? എനിക്ക് നല്ല സംശയമുണ്ട്. ഇങ്ങനെ കുറേ കാക്കരി വീക്കരി എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡ്സൊന്നും എനിക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ പോലത്തെ എങ്ങനെയാണ് ഇതൊക്കെ ട്രെൻഡ് ആവണേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഷോറൂം ആപ്പിളിൻ്റെ പ്രീമിയം റീസെല്ലേഴ്സാണ്. ഇവിടെ കാണുന്നൊരു തിരക്കുണ്ടോ? അതൊക്കെ നിറയെ ആളാണ്. അപ്പം ഞാനും കയറി പുതിയ ഐഫോൺ നോക്കിയത്. നമ്മൾ സാറയിൽ പോയി. പക്ഷേ എനിക്ക് ഡ്രസ്സൊക്കെ ഭയങ്കര സോളിഡ് കളേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും തന്നെ എനിക്ക് അത്ര ഇട്ടിട്ട് ചെയ്യാനുള്ള. പിന്നെ എല്ലാം സ്ലീവ്ലെസ്. സ്ലീവ്ലെസ് ഇല്ലാത്തവർ ഇപ്പൊ ഡ്രസ്സ് കിട്ടൂല എന്നുള്ള അവസ്ഥയാണ്. മാള് വമ്പൻ ഗുച്ചിയുണ്ട്, ഷെനേലുണ്ടെന്ന് പറയുന്നത് കണ്ടില്ല. ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഫോറെവർ അല്ല ഫോറെവർ
ഒരു ഡ്രസ്സിന് 8000 പക്ഷെ നല്ല ഡ്രസ്സല്ല ഡ്രസ് ഉണ്ട്. ഹബ്ലോട്ടൊക്കെ ഉണ്ട്. മറ്റേ വാച്ചിന്റെ ഭയങ്കര കിടിലൻ ബ്രാൻഡാണ്. നമ്മുടെ ഇവിടെ കിട്ടാതെ ഇത് റോൾസ് ലോറനുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയതിന് ശേഷം 3 മണിയാകുമ്പോ നമ്മള് ഇതേപോലല്ലേ ദുബായ് മാളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ബ്രാൻഡാ. ആരോ വലിച്ചീറും നൂൽ പൊറോട്ട. നമ്മുടെ പൊറോട്ട അടിച്ച് ഇതാക്കത്തില്ല, മറ്റേ സെറ്റ് ചെയ്തില്ല. അത് ഷെനേല് നമ്മൾ തിരക്കി നടന്ന ഷെനേൽ വേണ്ടേ ഷെനേലിന്റെ ഷോറൂം കാര്യമില്ല. വേറെ നിന്റെ ഇല്ലേ? ഭയങ്കര വിലയായിരിക്കും. അതെ നമുക്ക് അയ്യോ എന്റെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എന്റെ എനർജി ഫുള്ള് ലോസ് ആണ്. സോ നമ്മൾ ദേണ്ടിന്റെ വെളിയിറങ്ങി. ഇത് പല ബിൽഡിംഗ് ആയിട്ടാണ്. അതായത് ഈ ഓരോ ബിൽഡിംഗ് ഫുഡ് കോർട്ട് വെളിയിലാണ് അത്ര. ഏതാ ഇത്? നൈക്കിയുടെ ഒക്കെ ഷോറൂം ഉണ്ട്. കയറി ഷൂസ് നോക്കിയാലോ? ഞങ്ങൾ രാവിലെ വന്നതാണ് കേട്ടോ മാളിൽ. ഒരു ഉച്ച കഴിഞ്ഞൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് തിരക്കാവാൻ തുടങ്ങി. നിറയെ ആളുകൾ, പല തരത്തിലുള്ള ആളുകൾ, പല ഡിഫറെൻറ്റ് എന്താ എനിക്കിങ്ങനെ കുറേ ഡ്രസ്സുകൾ സ്റ്റൈലിങ്ങുകളൊക്കെയാണ് മനസ്സിലായത്. ഒത്തിരി ആളുകൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ മേബിലിൻ്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ടെഡി ടിൻറ്റില്ലേ അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങനെ സ്വാച്ച് ചെയ്ത് എനിക്കിത് മേടിക്കണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ ടിൻറ്റുകൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ ഒന്ന് സ്വാച്ച് ചെയ്തിട്ടൊക്കെ നോക്കി. പിന്നെ ഞാൻ ഇതിൻ്റെ 2 ഷെയ്ഡ് മേടിച്ചു കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം. താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ റിവ്യൂ വേണമെന്ന്. മൊത്തത്തിലൊരു വേറെ ഒരു സ്ഥലം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ വരുമ്പോഴാണ് മുംബൈ സ്റ്റൈൽ നഗരം അങ്ങനെയൊക്കെ എത്തിയെന്ന് തോന്നുക. ഞാൻ പോയി സ്വാച്ച് ചെയ്ത് നോക്കി നമ്മുടെ ടെഡി ടിൻറ്റ്. ഈ കളർ കൊള്ളാം തോന്നുന്നത്. ഈ കളറിൻ്റെ പേരെന്താണെന്ന് ഓർക്കുള്ള, പക്ഷേ ഈ കളർ കൊള്ളാം. ഇത് മേടിക്കണം ഇവിടെ, പക്ഷേ സെയിലില്ലെന്ന് തോന്നുന്നു. ഇവിടെ എച്ചാനം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എച്ചാനമിന്റെ ഒരു ബിൽഡിങ് തന്നെ കാണിക്കാൻ നടന്നോ. ഞങ്ങള് ഇവിടെ പേരില്ലേ, KFC ഇരിക്കുക. പേര് ടോക്കണൊക്കെ എടുത്ത് ഞങ്ങളിവിടെ ഒരു ഫുഡ് അന്വേഷിച്ച് നടന്ന നടപ്പ്. എൻ്റെ ദൈവം, എന്തോരോ സ്ഥലത്ത് പോയിട്ടാണ് ഫുഡ് കിട്ടിയത്. ഇപ്പുറത്തൊരു ബിൽഡിങ് വന്നപ്പോൾ ഇവിടെ ഫുള്ള് കടകൾ. ഇത് പല ബിൽഡിംഗ് ആയിട്ടാ. ഫുഡ് കോർട്ടൊക്കെ ഒരു വേറെ ബിൽഡിങ്, പിന്നെ കുറേ ഹൈ എൻഡ് ബ്രാൻഡ്സ് വേറെ ബിൽഡിങ് അല്ലേ. മൊത്തം ക്ഷീണം അറിയുന്നുണ്ട്, വിശന്നിട്ടുണ്ടല്ലോ, ഉറക്കം ശരിയായിട്ടില്ല അല്ലേ. മൊത്തത്തിൽ ക്ഷീണിച്ചിരിക്കുക. ചെന്നിട്ട് വേണം റിലാക്സ് ചെയ്യാൻ. അപ്പം നമ്മുടെ ഐറ്റം എന്തായോ. ബൈ ഗൈസ്. അങ്ങനെ ദേ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് ഈ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ ആവാൻ തുടങ്ങി. ഡ്രസ്സ് ആയിട്ടില്ല. ഞാനാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നില്ല. മറ്റേത് എന്തെങ്കിലും കൊണ്ടുവരും. ഇപ്രാവശ്യം ആണെങ്കിൽ ഞാൻ ഒന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു. പിന്നെ ഞാൻ ഇത് വെസ്റ്റ് സൈഡാണെന്ന് തോന്നുന്നു. വെസ്റ്റ് സൈഡ് അല്ലേ ആണെന്ന് തോന്നുന്നു. അവിടെ കയറി. പിന്നെ ഇതിനകത്തുണ്ടല്ലോ പല സ്റ്റോറുകൾ കണക്റ്റഡാണ്. ഇപ്പോൾ വെസ്റ്റ് സൈഡ് മേളിലാണെങ്കിൽ താഴത്തോട്ടിറങ്ങുമ്പോൾ ഉള്ളിൽ അങ്ങനത്തെ എല്ലാം കൂടി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയെങ്കിൽ ഇവിടെയൊന്നും അത്ര ഒരു നോർമൽ ക്ലോത്ത്സ് ആകണ്ടേ. അങ്ങനെ ഒരു നമുക്ക് ഒരു ബ്യൂട്ടി ഇവൻറ്റിനൊക്കെ അല്ലെങ്കിൽ ഫാഷൻ ഇവൻറ്റിനൊക്കെ ഇടാൻ പറ്റണ പോലത്തെ ഡ്രസ്സുകൾ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്ത് കിട്ടിയാലും എടുക്കുമെന്നുള്ളൊരു മൈൻഡിലോട്ടായിട്ടോ. ഒന്നുമില്ല, എല്ലാ സ്ലീവ്ലെസ്സുകളാണുള്ളത്. ഇനി ഞാൻ സ്ലീവ്ലെസ് ഇടണം എന്ന് എനിക്ക് സ്ലീവ്ലെസ് ഇടുന്നതിനോടൊന്നും ഒരു ഇതുമില്ല കേട്ടോ. എനിക്കിടുമ്പോൾ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. എന്നാൽ ഇങ്ങനെ പണ്ട് പോലെ നമ്മൾ കേട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇതിടരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കണ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇടുമ്പോൾ എനിക്കൊരു നേക്കഡ് ഫീൽ വരണേ. പക്ഷെ അത് മാറ്റിയെടുക്കണം. എന്ത് കുറേ സ്ലീവ്ലെസ് ഇടുമ്പോൾ ഒരു എലഗൻറ്റ് ലുക്കാണ്, ഒരു ഭംഗിയുണ്ട് കാണുമ്പോഴേക്കും. അതൊന്ന് മാറ്റിയെടുക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഡ്രസ്സ് മൊത്തം സ്ലീവ്ലെസ്സും ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഈ ഷോർട്ടും ഇടത്തില്ല, സ്ലീവ്ലെസ്സും ഇടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് ഓപ്ഷൻസ് ഭയങ്കര കുറവായി വന്നിരിക്കുക. ഇത് പിന്നെ എന്നെക്കുട്ടി പോയി ഏത് വാച്ചാണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ലക്ഷറി വാച്ചാണ് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് കാണുമ്പോൾ അത്ര ലക്ഷറി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിക്കും വാച്ചൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അറിയായിരിക്കും. മൊത്തത്തിലൊരു ഗോൾഡൻ തീമാണ് കേട്ടോ ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഈ മോളിൽ 2 സൈഡ് ഉണ്ടെന്ന്. ഒരു സൈഡ് ഇങ്ങനെ ഫുള്ള് ലക്ഷറിയാണ്, മൊത്തം ലക്ഷറി. ഇങ്ങനെ എന്താ ഇത് ഗുച്ചിയുടെ അങ്ങനെ എല്ലാം ഭയങ്കര ഗോൾഡൻ, ആ ഒരു ലക്ഷറി ഇങ്ങനെ തുടിക്കുന്ന വൈബാണുള്ളത്. മറ്റേ സ്ഥലത്ത് ഞങ്ങൾ KFC ഒക്കെ കഴിക്കാൻ പോയില്ലേ, അത് വേറെ ഒരു വൈബ്. ഡ്രസ്സ് കടയിൽ കയറിയിട്ടും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്
സോ കുറച്ചേരി ഇരുന്നിട്ട് ബാക്കി ഇതേക്കത് അവിടെ നൈക്കിയുടെ ഷോറൂം നോക്കി നോക്കാനേ ഉള്ളൂ, നോക്കലേ ഉള്ളൂ. എനിക്ക് സമയമൊന്നുമില്ല. രാഹുൽ തൊട്ടേക്കാളും ഇവിടെ കിടന്നുണ്ട്. ഞാൻ നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എന്തൊരു നോട്ടോ. ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഒരുപാട് ടൈപ്പ് അല്ലേ. പക്ഷെ സാധാരണ മുംബൈയിൽ പൊതുവെ അല്ലാത്ത നോർമൽ ഏരിയയിലൊക്കെ എല്ലാവരും ഡ്രസ്സിംഗ് ഒക്കെ ആണെങ്കിലും നമ്മുടെ അടുത്തൊക്കെ പോലെ തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുർത്തീസൊക്കെ ഇവിടെ വന്നപ്പോഴാണ് വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ മുംബൈ എത്തി എന്നുള്ളൊരു ഫീൽ കിട്ടിയത്. നമ്മുടെ ഒരു മനസ്സിലുള്ള മുംബൈ. അങ്ങനെ ഒരു കണക്കിന് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ആ ഡ്രസ്സിന് ചേർന്നിട്ടുള്ള ഗോൾഡൻ്റെ ഇയറിങ്സും അതുപോലെ അക്സസറീസും വേണം. അപ്പോൾ ഞാൻ H&M പോയി. എക്സ്പെൻസീവാണ്, പക്ഷെ എന്നാൽ അവരുടേത് നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തിരി പല കൂടുതലാണെങ്കിൽ ഒരു ചങ്കി ലുക്ക് അങ്ങനത്തേതായിരുന്നു ഞാൻ പ്രിഫർ ചെയ്തത്. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇത് ഫുള്ള് കണ്ടോ, അപ്പോഴേക്കും ജനസാഗരമായി. മുഴുവനും ആൾക്കാരായിരിക്കും. ഇവിടെ എല്ലാവരും ഇവിടെയാണെന്ന് തോന്നുന്നു കറങ്ങാനായിട്ട് വരണം. മെയിൻ സ്ഥലം നിറച്ചിനും ആൾക്കാരായി. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി. പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാനായിട്ട് കടകൾ നോക്കി നടന്നിട്ട് ഇവിടെ നിന്നും ഒരു കടയില്ല. ഇവിടെ വന്നവർക്ക് ഫുഡ് ഇങ്ങനെ പട്ടിണി കിടക്കണമെന്ന് അത് ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ചായ കുടിക്കാനായിട്ട് ഞങ്ങളിവിടെ ഈ മോളിൻ്റെ സെൻറ്ററിലുള്ളൊരു ഷോപ്പിലാണ് വന്നത്. ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാളിങ്ങനെ ചായ ഉണ്ടോ ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരൻ ഞങ്ങളിങ്ങനെ നോട്ടെ ഇങ്ങനെ. നമ്മുടെ നാട്ടിൽ ഈ ഡ്രസ്സ് നല്ലോണം ഡ്രസ്സ് ചെയ്ത് നടന്നാൽ മാത്രമാണ് എന്തൊരു പൊട്ട കൺസെപ്റ്റ് അല്ലേ. ഡ്രസ്സ് ചെയ്യണോണ്ട് കൈ മാത്രമേ പൈസ ഉള്ളൂ. അത് പണ്ടത്തെ മറ്റേ റോൾസ് റോയ്സ് മേടിക്കുക രാജാവ് പോയ കഥയില്ലേ. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റം ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. എനിക്ക് തോന്നിയെന്നാ. അങ്ങനെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല വിലയുണ്ട് ഇവിടെ ചായക്ക്. പിന്നെ വെളിയിൽ പോകാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ നേരെ ഹോട്ടലിൽ പോകാൻ കൊടുക്കാം. എല്ലാം ക്ഷീണിച്ചിട്ട് കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇന്ന് മൊത്തം 12,000 സ്റ്റെപ്പ് മിനിമം ഞാൻ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് നേരത്തെ 12,000 അലേർട്ട് വന്നു. അതിനുശേഷം എത്ര നടന്നിട്ടുണ്ട് അത്രയും സ്റ്റെപ്പ് കിടന്നു വാച്ചിൽ അലേർട്ട് വന്നു. എൻ്റെ ഔട്ട്ഫിറ്റ്സ് എല്ലാം സെറ്റായി. നമ്മളിതൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഷോപ്പിംഗ് വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കര റെഡി ആയില്ലെങ്കിൽ എൻ്റെ ഞാൻ വേറൊരു ഔട്ട്ഫിറ്റും കൊണ്ടുവന്നില്ല. അപ്പോൾ അതുകൊണ്ട് റെഡി ആവുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്കെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നാളെ സ്റ്റൈൽ ചെയ്ത് സെറ്റ് ചെയ്യണം. വ്യത്യസ്തമായ ഡ്രസ്സാണ് ഇത്തവണ പരീക്ഷിക്കുന്നത്. വ്യത്യസ്തം മോണോക്രോമിക് ടെക്സ്ചേർഡ് ഔട്ട്ഫിറ്റ്. ഞാൻ ഓർഗാനിക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്റ്റൈലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് മെയിൽ അയക്കാം. ഞാനൊരു സ്റ്റൈലിസ്റ്റിനെ അന്വേഷിക്കും. അതായത് ഇവന്റിനൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. കാരണം ആളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താലും മേടിച്ച് ഇതാക്കിയാലും മതി. പേയ്മെൻ്റ് ഒക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ എന്തോ ഒരു ടൈം കൺസ്യൂമിങ് ആണെന്ന ഈ ഷോപ്പിംഗ് പരിപാടി. അത് ഇഷ്ടമുള്ളവർക്ക് ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ. ആൾക്കാരുടെ കൂടെ പോയി പർച്ചേസ് സ്റ്റൈലിസ്റ്റുകളുണ്ട്. ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എല്ലാവരുടെ പോയിട്ട് ഇങ്ങനെ ഇപ്പം അങ്ങനത്തെ US-ലൊക്കെ ഭയങ്കര പോപ്പുലറാണെന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റൈൽ അതായത് കൂടെ പർച്ചേസിങ്ങിന് കൂടെ പോവുക. എന്നിട്ട് നമ്മൾ അവർക്ക് പേയ്മെൻ്റ് ഉണ്ട്. ഇത്ര മണിക്കൂറിനാണ് പേയ്മെൻറ്റ്. ഇപ്പം എൻ്റെ സ്കിന്ന് കണ്ടിട്ട് എൻ്റെ ബോഡി ടൈപ്പ് കണ്ടിട്ട് എൻ്റെ ഡ്രസ്സായിട്ട് ചേരണേ എന്നുള്ളത് നിങ്ങളെ ഓൺലൈനായിട്ട് നോക്കി സജസ്റ്റ് അത് നമ്മളൊക്കെ റിട്ടേണൊക്കെ അയക്കാനുള്ള ഓപ്ഷൻ. അതല്ലെങ്കിൽ കൂടെ ഷോപ്പ് ചെയ്യാൻ വന്ന് അങ്ങനെ നല്ലതായിരിക്കും. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരാളെ വളരെ അത്യാവശ്യം വെച്ചിട്ടുണ്ടോ. എൻ്റെ ഫുൾ എഫേർട്ട് ഇങ്ങനെ ഇതാവും ഷോപ്പിംഗ്. ഇന്ന് തന്നെ എന്തോരം ഞാൻ പാനിക് അയച്ചിട്ട് നാളത്തേക്ക് ഒരു ഡ്രസ്സ് പോലും ഇല്ലാണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ കയറി ചായ കുടിച്ചത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ചായ അല്ല ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റിൽ ഒരു എത്തി നിൽക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് അദ്രക് ചായ ജിഞ്ചർ ടീ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിവിടെ ഇല്ല. അങ്ങനെ 2 ഹോട്ട് ചോക്ലേറ്റ് മേടിക്കാമെന്ന് കരുതി. ഏകദേശം ഒരു ഹോട്ട് ചോക്ലേറ്റിന് 500 രൂപയാണ് ഇവിടുത്തെ വില. അത്യാവശ്യം വിലയുണ്ട്. ചായക്കളും ബെറ്ററായ ചായക്ക് പോലും ചായ അതും മറ്റേ ഇതാണെന്നാണ് പറഞ്ഞല്ലേ, നമ്മൾ ഡിപ്പ് ചെയ്യത്തില്ലേ, അതിന് തന്നെ ഉണ്ട് 400 രൂപ. പിന്നെ മാൾസ് അല്ലേ, മാൾസിൽ അവർക്ക് എക്സ്പെൻസും കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ ഇവിടെ ആണെങ്കിൽ നല്ല റെൻ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇപ്പോൾ ചുറ്റും നോക്കി നല്ല
പക്ഷെ നല്ല ഇരിക്കണ സ്ഥലം കൊള്ളാം. നമ്മൾ നടുമുറ്റത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ നല്ല മിന്റ്, നല്ല ഭംഗിയുള്ള ഗ്ലാസ് അല്ലേ, മിന്റ് ഗ്രീൻ കപ്പിലാണ് വന്നത്. എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഈ ഫുള്ള് ഇങ്ങനെ വരച്ചിട്ടേക്കണ സാധനം ഇങ്ങനെ അലമ്പാക്കി കളയാൻ എനിക്കങ്ങനെ വരച്ചിട്ടില്ലേ. എന്നെ മൊത്തത്തിൽ ചതിച്ച എനിക്ക് നല്ല ഡിസൈനൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടിക്ക് ഫുള്ള് അലമ്പാക്കിയിട്ടായിട്ട്. അവിടെ പക്ഷാഭേദം കൊള്ളാവോ? മിക്സ് ചെയ്യാം. ആ ചെയ്തോ. ഒരാളുടെ അധ്വാനം നശിപ്പിച്ച് കളയുകയാണ്. നല്ല മണം വരുന്നത് ഇതിനകത്ത്. എനിക്കൊന്ന് ഇവര് ബോൺവിറ്റ മൈലോ അങ്ങനത്തെ സാധനം ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അതിന്റെ മണം കറക്റ്റ്. എനിക്ക് മറ്റേ സ്ഥലത്ത് ഇഷ്ടമാ. അയ്യോ എയർപോർട്ടിൽ ടോണിക്കോയാ? അല്ല, വേറെ ഒരെണ്ണം സി വെച്ച് തുടങ്ങുന്നേ. കോസ്റ്റ കോഫി, കോസ്റ്റ കഫേ എന്താ അങ്ങനെ. ലാസ്റ്റ് നമ്മൾ കഴിച്ച അത്ര രസമില്ലായിരുന്നു. മുന്നേ ഞാൻ ഒരു തവണ പോയപ്പോൾ കഴിച്ചത് അടിപൊളിയായിരുന്നു. ഇവിടെയുള്ള മഞ്ഞ പൊമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കി നോക്കാൻ തോന്നണം. അതെന്താ? എന്തോ അവരുടെ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്. പക്ഷെ ഇങ്ങനെ അവരിങ്ങനെ നോക്കാൻ എന്തൊക്കെയാ ചെയ്തിരിക്കണേന്നൊക്കെ ഇങ്ങനെ നോക്കാൻ തോന്നണം. അവരെന്ത് വിചാരിക്കും, എന്താ ഞാൻ വായി നോക്കിയാന്ന് വിചാരിക്കും. എന്റെ കുട്ടിയുടെ കൂടെ കൂടി ഞാൻ വായി നോക്കിയായിരുന്നു. ദോഷമുള്ള എല്ലാം എന്റെയാ. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് പോവാണ്. എനിക്കിങ്ങനെ എവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കാലി ഞാൻ ചമ്മരം പടിയിരിക്കണം. ഫ്ലൈറ്റിൽ എന്റെ മേളിലായിരുന്നു കാലി ചമ്മടം. ഒരു കാലം എവിടെ ഇരുന്നാലും എനിക്ക് ഒരു കാല് കയറ്റി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം. ഞാനിങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് 2 കാല് കയറ്റുന്നുള്ളൂ. പക്ഷെ ഒരു കാല് കയറ്റി വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ ഇരുന്നാലും എനിക്ക് അങ്ങനെ ഇരുന്നാലേ സുഖം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇരിക്കാം, പക്ഷെ അതിങ്ങനെ ബലം പിടിച്ചിട്ട് ഇരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കണമെങ്കിൽ എനിക്ക് ഒരു കാല് കയറ്റി വെക്കണം. അതല്ല വിഷയം. നമ്മളപ്പോൾ തിരിച്ചു പോവാണ്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഔട്ട്ഫിറ്റ് സാറ അല്ലേ, സറ എന്നാണോ പറയാ, എന്താണ് അതിനകത്ത് അവിടെ നിന്നാണ് മേടിച്ചത്. ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പോട്ടെ കുഴപ്പമില്ല, അത് വെച്ചിട്ടൊക്കെ ഒന്ന് സ്റ്റൈലൊക്കെ ചെയ്യാലോ. കുറേ സമയം എടുത്തിട്ടാണ് ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ കടകളിൽ കയറി ഇറങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഓർണമെന്റ്സ് ഇടാനുള്ള കമ്മല് മേടിച്ചു. വള ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. മുംബൈ തെരുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ഇവിടുത്തെ വിശേഷം എന്താ അറിയോ, ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ്. അയ്യോ ഇവിടുത്തെ വണ്ടീനെ കാണണം നിങ്ങൾ. ചമ്മന്തി പരുവത്തിലാണ് വണ്ടികൾ. ഇങ്ങനെ അന്നെക്കുട്ടി ഇവിടെ വന്ന് ഇവിടെ അല്ല, അവിടെ പിന്നെ നമ്മളങ്ങനെ ടാക്സി പോകാറില്ല. ഇവിടെ ഉള്ള കൂടുതൽ ടാക്സി പോണേ. പിറകി വരെ എന്നെക്കുട്ടി സീറ്റ് ബെൽറ്റ് ഇട്ട് ഇവിടെ ഇരിക്കോളൂ. അല്ല അതിവിടെ നിന്നല്ല, എവിടെ പോയാലും സീറ്റ് ബെൽറ്റ് അവിടെ നമ്മള് ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ. ഇന്ന് രാവിലെ ഇന്ന് ഞങ്ങൾ ഊബറിൽ ഈ ഇതൊക്കെ എപ്പോഴും ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾവേസ് ആക്സിഡന്റിലായിരിക്കും എപ്പോൾ വേണമെങ്കിലും വരും. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രിക്കോഷൻസ് എടുക്കുക, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഇന്നിപ്പോൾ രാവിലെ ഊബർ വന്നപ്പം ഞാൻ ഇങ്ങനെ മറ്റേ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി സാധനം ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, നമ്മൾ ലോക്ക് ചെയ്യുന്നൊക്കെ കൊളുത്തില്ല. പിന്നെ എന്തിനാ ഇടാതിരിക്കുക, പിടിച്ച് തൂങ്ങി കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല ഇടുക. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അപകടം. അല്ല അങ്ങനെയുള്ളപ്പോഴും അപകടങ്ങളുടെ തീവ്രത കുറയും. കാരണം അത്രയും ആഞ്ഞിടിക്കാനുള്ളൊരു ഗ്യാപ്പില്ല. പക്ഷെ എപ്പോഴായാലും നമ്മൾ സെക്യൂർ ആയിട്ടിരിക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തുകൊണ്ടൊരു ദോഷവും നമുക്ക് സമയം ഒന്നും നഷ്ടം വരാമല്ലോ, വണ്ടി വെറുതെ ഇരിക്കുക. പക്ഷെ ഇവിടെ അതൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വേണം ഇടിക്കണം. അത് നമ്മൾ ഇടുന്നത് നല്ലതാണ്. സീറ്റ് ബെൽറ്റ് ഇടുക. ഇന്ന് രാവിലെ പറയാം നമുക്ക് അങ്ങനെ സീറ്റ് ബെൽറ്റ് പിടിക്കാം. ചുമ്മാ ഇങ്ങനെ ഇവരിങ്ങനെ കഴുത്തൊക്കെ മാല ഇടത്തില്ല. ഇത് ഇടുന്നതേ വല്ലവരും കാണിക്കാനാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ കറക്റ്റ് ഫിറ്റ് ആയത്. ഇത് എന്തിനാ ഇടുന്നത്? സ്റ്റിയറിങ്ങിലൊന്നും പോയി വണ്ടി പെട്ടെന്ന് ചവിട്ടോ ഇടിക്കുകയോ ചെയ്താൽ സ്റ്റിയറിങ്ങിലൂടെ പോയി ഇടിച്ച് അപ്പം തന്നെ ഒന്നേല് ബ്രെയിൻ ഇഞ്ചുറി, ഇതിനൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല. ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനമാണ്. അത് പിന്നെ വലിഞ്ഞ് നിൽക്കണം നമ്മൾ, എങ്കിലേ നമുക്ക് അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ.
ഇന്ന് മൊത്തം ഞങ്ങളുടെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കഥ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാണ്. ഒരാൾക്ക് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് നാളത്തെ വീഡിയോ കാണിക്കുമായിരിക്കുമല്ലോ ഡ്രസ്സ്. എനിക്ക് ആക്ച്വലി നാളത്തെ പരിപാടി എന്താണെന്ന് നാളത്തെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ഇവന്റ് ഷൂട്ട് ചെയ്യുന്നുണ്ടോ? അറിയില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ നാളെ പരിപാടി എന്താണ്. നമുക്ക് യൂട്യൂബിന്റെ ഒരു ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ ഒരു എന്തോ ഒരു രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഉണ്ട്. അത് എന്താ പരിപാടി എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഒന്നും എനിക്കറിയില്ല. ഇത്ര നേരം അവരെന്താണ് അവിടെ എടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല. നമുക്ക് അങ്ങനെ ഫുൾ ഡേ ഉള്ള ഇവന്റ്സ് അല്ലാതെ ഇങ്ങനെ നോർമൽ ഇവന്റ്സ് ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടില്ലേ 2 ദിവസം? അത് ഞാൻ ആങ്കർ ചെയ്യണല്ലേ. അത് ഉച്ച മുതൽ എന്താ വൈകിട്ട് അങ്ങനെ രണ്ട് സെഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ ഡേ. ഓ ഐഡിയ എന്താ പരിപാടി എന്തായാലും നാളെ കൈ അടിക്കുന്ന വേഗം പറഞ്ഞു നിർത്ത്. ഓക്കെ ബൈസ് അല്ല ഗൈസ്. വിശേഷങ്ങളൊക്കെ ഇനി നാളെ പറയും. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ. വീണ്ടും കാണാം, ബൈ.